പുഞ്ചിരിയുടെ മായാലോകങ്ങൾ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ലോകത്ത് ഒരു ചെലവുമില്ലാതെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാൻ കഴിയുന്നത് എന്താണ്? അതെ, അതുതന്നെയാണ് എന്ത്? ഒരു മനോഹരമായ പുഞ്ചിരി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ നമ്മൾ ആണെങ്കിലും മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുന്ന പുഞ്ചിരിക്ക് ഒരുപാട് വിലയുണ്ട്. അത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാനും കഴിയുന്നത്ര ശക്തിയുള്ളതാണ് പുഞ്ചിരി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ആഹ്ലാദം, സന്തുഷ്ടി എന്നിവയെല്ലാം വളരെ മനോഹരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഭാവപ്രകടനമാണ് പുഞ്ചിരി. തൻ്റെ വേദനകളെ നോക്കി, പരാജയങ്ങളെ നോക്കി, ഒറ്റപ്പെടലുകളെ നോക്കി, ആരോഗ്യമില്ലാത്ത തൻ്റെ അവസ്ഥകളെ നോക്കി, തൻ്റെ കഴിവുകളെ നോക്കി, ഭയപ്പാടുകളെ നോക്കി, പരാധീനതകളെ നോക്കി എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ചിരിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ വേദനകളെ വിജയിച്ചു കഴിഞ്ഞു പരിപൂർണമായി. ഒരു രോഗി തനിക്ക് മാരരോഗം എന്ന് കണ്ട് ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഈ മരുന്ന് കഴിക്കൂ, നിങ്ങളുടെ അസുഖം വളരെ വേഗം മാറും, രോഗം അത്ര കാര്യമുള്ളതല്ല എന്ന് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചാൽ അത് ആ രോഗിക്ക് നൽകുന്ന ആശ്വാസം എന്ത് ഗുണമായിരിക്കും! അതായത് എന്തോരം ആശ്വാസമായിരിക്കും! അതാണ് പുഞ്ചിരിയുടെ ശക്തി. ഒരാൾക്ക് ഒരു ദിവസം രാവിലെ നമ്മൾ നൽകുന്ന പുഞ്ചിരി മറ്റൊരാൾക്ക് ദിവസം മുഴുവനും സന്തോഷവും എനർജറ്റിക്കുമായി ഇരുത്താൻ കഴിയുന്ന ഒന്നാണ്. മാനസിക രോഗങ്ങൾക്ക് പോലും ചിരി എന്ന് പറയുന്നത് വളരെ അത്ഭുത ശക്തിയുള്ള ഔഷധമാണ്. ചില സ്ഥലങ്ങളിൽ ചിരിക്ക് വേണ്ടി അസോസിയേഷനുകൾ വരെയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയും, മനസ്സിന് ഭാരമില്ലായ്മ അനുഭവപ്പെടും, വിഷാദം മാറും, ഒറ്റപ്പെടൽ മാറും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. പുഞ്ചിരി വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും നിശബ്ദമായി പറയുന്നു. അത് തരുന്നൊരു ഭാഷയാണ് പുഞ്ചിരി. കുടുംബ ബന്ധങ്ങൾ അകലാൻ തുടങ്ങുന്നത് പലപ്പോഴും സ്നേഹമുള്ള പുഞ്ചിരികൾ ഇല്ലാതാകുന്നതുകൊണ്ടാണ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അവർ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ ആ മനോഹരമായുള്ള നിമിഷം കൂടുതൽ മനോഹരമായി തോന്നും. അവിടെ ഭാഷയുടെ ആവശ്യമില്ല, മതത്തിൻ്റെ ആവശ്യമേ ഇല്ല, ജാതി ആവശ്യമില്ല. അതുപോലെ തന്നെ ഗൃഹനാഥൻ വീട്ടിലേക്ക് ക്ഷീണിച്ച് പണി കഴിഞ്ഞെത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നത് ജോലി എന്ന് പുഞ്ചിരിയോടെ ചോദിച്ചാൽ അത് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളും ഔഷധത്തെക്കാളും വളരെയേറെ ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും. ഒരു അമ്മയുടെ പുഞ്ചിരി കുട്ടിക്ക് വളരെ ആശ്വാസമാണ്. അച്ഛൻ്റെ പുഞ്ചിരി ഒരു കുടുംബത്തിൻ്റെ ആശ്വാസമാണ്. സുഹൃത്തിൻ്റെ പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. അത് അന്യരെ പോലും അടുപ്പക്കാരാക്കുന്നു. പുഞ്ചിരി എന്നത് ഒരു ദാനമാണ്. അത് കൊടുത്താൽ ഒട്ടും കുറയുന്നില്ല, മറിച്ച് അത് വർദ്ധിക്കുന്നു. പുഞ്ചിരി എന്നാൽ അതൊരു മുഖഭാവമല്ല, ഹൃദയം മറ്റൊരു ഹൃദയത്തിലേക്ക് അയക്കുന്ന മനോഹരമായ മാർഗമാണ്. പുഞ്ചിരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ തീർച്ചയായും പറയണേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.